സംസ്ഥാന വ്യാപകമായി നാളെ SFI പഠിപ്പുമുടക്ക്. തിരുവനന്തപുരം സംസ്ഥാന വ്യാപകമായി വ്യാഴാഴ്ച SFI പഠിപ്പുമുടക്കും. ഗവർണർക്കെതിരെ പ്രതിഷേധത്തിൽ കഴിഞ്ഞ ദിവസം SFIയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ 30 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതിൽ പ്രതിഷേധിച്ചാണ് നടപടി. കേരള സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിലുണ്ടായ സംഘർഷവുമായി ബന്ധപ്പെട്ടാണ് സംസ്ഥാന സെക്രട്ടറി VS സഞ്ജീവ്, കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം SK ആദർശ് ഉൾപ്പെടെയുള്ളവരെ റിമാൻഡ് ചെയ്തത്. കസ്റ്റഡിയിലുള്ളവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് കന്റോൺമെന്റ് പോലീസ് ചുമത്തിയത്. കണ്ടാൽ അറിയുന്ന 1000 പേർക്കെതിരെയും പോലീസ് കേസെടുത്തിരുന്നു. കണ്ണൂർ സർവകലാശാലയിൽ സമരം ചെയ്ത 4 പേരെയും റിമാൻഡ് ചെയ്തിരുന്നു. സിസ തോമസും മോഹനൻ കുന്നുമ്മലും അവരെ നിയന്ത്രിക്കുന്ന ഗവർണറും കേരള സർവകലാശാലയിലെ ഉദ്യോഗസ്ഥരെ ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ല. ആ നിയന്ത്രണം അവർ അവസാനിപ്പിക്കണം. ആത്മാർത്ഥമായി പണിയെടുക്കുന്നവരെ പോലും പണിയെടുപ്പിക്കാൻ അനുവദിക്കാത്ത സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്, ശിവപ്രസാദ് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെയും ശിവപ്രസാദ് രംഗത്തെത്തി. RSSനെതിരായ സമരം എന്നാണ് VD സതീശന് ഗുണ്ടായിസമായതെന്നും കേരളത്തിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ RSSനെ കാഴ്ചവെക്കാൻ അനുവദിക്കില്ലെന്നും ശിവപ്രസാദ് പറഞ്ഞു. അതേസമയം കേരളത്തിലെ സർവകലാശാലകളിൽ എന്തും ചെയ്യാമെന്ന അവസ്ഥ അംഗീകരിച്ചു നൽകില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചു. കേരള വൈസ് ചാൻസലർ കൈക്കൊള്ളുന്നത് തെറ്റായ നിലപാടാണ്. കോടതി പോലും അത് ചൂണ്ടിക്കാണിച്ചു. RSSന്റെ തിട്ടൂരമനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പുറപ്പെട്ടാൽ വിദ്യാർത്ഥികളും പൊതുസ്ഥാപനവും അതിന് ഭയപ്പെടില്ല. എല്ലാവർക്കും ജനാധിപത്യപരമായി പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം. തോന്നിവാസം കാണിച്ച് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. വിദ്യാർത്ഥികളുടെ സമരം ശക്തമായി തുടരും, അദ്ദേഹം പറഞ്ഞു. ബുധനാഴ്ചത്തെ ദേശീയ പണിമുടക്കിനൊപ്പം വിദ്യാർത്ഥി സംഘടനകളും പിന്തുണ നൽകണമെന്ന് SFIയും AISFും പറഞ്ഞു.